ഹായ്, എല്ലാവർക്കും ചെമ്പരത്തിയുടെ മറ്റൊരു മനോഹരമായ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അഖില പറയുകയാണ്, കല്യാണി പണ്ട് തൃച്ചംബരത്തേക്ക് എങ്ങനെയാണോ വന്നത് അതുപോലെ ആയിരിക്കണം മടങ്ങിപ്പോകേണ്ടത്. അത് കേട്ട് നാരായണനും വിലാസിനിയും സന്തോഷിക്കുകയാണ്. അഖില പറയുകയാണ്, അന്നു മുതൽ ആനന്ദ് കല്യാണിയുടെ ഭർത്താവായിരിക്കില്ല. ആനന്ദ് തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ മകനായി മാത്രം ഇവിടെ തുടരും. ഈ വ്യവസ്ഥ അംഗീകരിച്ചുകൊണ്ട് വേണം ഇനിയുള്ള നിങ്ങളുടെ നീക്കങ്ങൾ. കാണാം എന്ന് എല്ലാവരോടുമായി പറഞ്ഞ് അഖില അകത്തേക്ക് പോവുകയാണ്. വലിയ കുഞ്ഞെന്ന് കല്യാണി വിളിക്കുമ്പോൾ കല്യാണിയെ ചേർത്ത് പിടിച്ച് ചിരിക്കുകയാണ് ആനന്ദ്. പിന്നീട് കാണിക്കുന്നത് ഒരു മന്ത്രവാദിയുടെ അടുക്കലെത്തുന്ന വിലാസിനിയാണ്. വിലാസിനിയെ കണ്ടപ്പോൾ മന്ത്രവാദി പറയുകയാണ്, പേര് കേട്ട തറവാട്ടിൽ നിന്നാണല്ലോ വരുന്നത്, തൃച്ചംബരത്ത് വിലാസിനി അല്ലേ? അയ്യോ, എങ്ങനെ മനസ്സിലായി? ഉൾക്കാഴ്ചയിലൂടെ നാം എല്ലാം കാണുന്നു, അറിയുന്നു. അന്നേരം ആശ്ചര്യത്തോടെ ഓഹോ എന്ന് തലയാട്ടുകയാണ് വിലാസിനി. വന്നതിന്റെ കാര്യവും നമുക്ക് മനസ്സിലായി. ഒരാളെ ഒതുക്കണം അല്ലേ? അത് ഭർത്താവിനെ അല്ല, എന്താ ശരിയല്ലേ? ആ അതെ എന്ന് തലയാട്ടുകയാണ് വിലാസിനി. അത് ശരിയാണ്, പക്ഷെ ഭർത്താവിനെ അല്ല, കല്യാണി എന്ന ഒരുവളെയാണ്. കണ്ണടച്ച് മന്ത്രം ജപിച്ച ശേഷം മന്ത്രവാദിനി ചോദിക്കുകയാണ്, ഈ കല്യാണിയുടെ പേരിൽ ആരോപിക്കുന്ന കുറ്റം? അവള് നമ്മുടെ തൃച്ചംബരത്തിന്റെ തറവാടിന് ഒരു ശാപമാണ്. ഇപ്പോൾ തൃച്ചംബരത്തെ മഹാറാണിയാവാനാണ് അവളുടെ ഒരുക്കം. അതുകൊണ്ട് അവൾ ചെയ്യുന്ന ഒരു കാര്യവും വിജയിക്കാൻ പാടില്ല. എല്ലാത്തിനും വിഘ്നം വരുത്തണം. അപ്പോൾ ഏടാകൂടമാണ്. ചെലവൽപ്പം കൂടും. അയ്യോ, പണം ഒരു വിഷയമേ അല്ല. അതിപ്പോ തൃച്ചംബരം എന്ന് കേട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായല്ലോ. അല്ല, ഈ കല്യാണി എങ്ങനെ, വലിയ ഈശ്വരഭക്തയാണോ? അതെ, വലിയ ഈശ്വര വിശ്വാസിയാണ്. അതെ, ഏതു നേരവും അമ്പലത്തിലാണ്. അപ്പോൾ നമുക്ക് ഘോരഹണ്ഡാര ഹോമം നടത്തി ഉഗ്രമാർജാര കൂടോത്രത്തിൽ അവളെ ഒതുക്കണം. ശരി, കണ്ണടച്ച് നന്നായി ചാത്തനെ ഭജിച്ചോളൂ. അന്നേരം വിലാസിനിയും കണ്ണടച്ച് പ്രാർത്ഥിക്കുകയാണ്. അതിനുശേഷം മന്ത്രവാദിനി വത്സെ എന്ന് വിളിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് കണ്ണു തുറന്നിട്ട് വിലാസിനി പറയാണ്, വത്സലയല്ല, വിലാസിനി, വിലാസിനി. അപ്പോൾ മന്ത്രവാദി പറയുകയാണ്, അരുമയോടെ വിളിച്ചതാണ് വത്സെ എന്ന്. അപ്പോൾ വിലാസിനി ഓ എന്ന് ആക്കുകയാണ്. 2 പഴം എടുത്തിട്ട് വിലാസിനെ കയ്യിൽ കെടുത്തിട്ട് പറയുകയാണ്, ശത്രു ഈ 2 പഴവും കഴിച്ചിരിക്കണം. പിന്നീട് ഒരു ചരടെടുത്ത് കാണിച്ചിട്ട് പറയുകയാണ്, കൂടാതെ ശത്രുവിന്റെ ദേഹത്ത് ഈ ചരട് വെച്ചിട്ട് ഞാൻ പറയുന്ന മന്ത്രം മാഡം ജപിക്കണം. അതിനുശേഷം വിലാസിനിക്ക് മന്ത്രങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് മന്ത്രവാദി. പെട്ടെന്ന് വിലാസിനി പറയുകയാണ്, അയ്യോ നിർത്ത്, ഈ മന്ത്രം ഓർത്തിരിക്കാൻ വലിയ പാടാണ്. ഒന്ന് എഴുതി തന്നൂടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ മന്ത്രവാദി പറയുന്നു, ആകാം. മന്ത്രങ്ങൾ ഒരു പേപ്പറിൽ എഴുതിയതിനു ശേഷം മന്ത്രവാദി പറയുകയാണ്, ഒരിക്കൽ കൂടി കേട്ടോളൂ. ഈ പഴങ്ങൾ 2ഉം കല്യാണി കഴിച്ചിരിക്കണം. ചരട് അവളുടെ ശരീരത്തിൽ തൊട്ടുകൊണ്ട് നിങ്ങൾ ഈ മന്ത്രങ്ങൾ ജപിച്ചിരിക്കണം. പിന്നെ അവൾ ഈ ജന്മത്തെ രക്ഷപ്പെടില്ല. സൂര്യാസ്തമനത്തിന് ശേഷം 2 നാഴിക പിന്നിടുമ്പോൾ കുളിച്ച് ശുദ്ധമായിട്ട് വേണം നിങ്ങൾ ഈ കർമ്മം ചെയ്യാൻ. വിലാസിനി പൈസ കൊടുക്കുമ്പോൾ മന്ത്രവാദി പറയുകയാണ്, ഞാൻ പ്രതിഫലം കൈകൊണ്ട് വാങ്ങാറില്ല, അതിവിടെ സമർപ്പിച്ചോളൂ. അതിനുശേഷം അതൊക്കെ വാങ്ങിയിട്ട് വിലാസിനി പറയുകയാണ്, സന്തോഷമായി, അപ്പോ ഞാൻ പൊയ്ക്കോട്ടെ. ശരിയെന്ന് മന്ത്രവാദി പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് പഴമൊക്കെയായി വിലാസിനി തൃച്ചംബരത്ത് എത്തുന്നതാണ്. പാത്തും പതുങ്ങിയും ആരും കാണാതെ വിലാസിനി അകത്തേക്ക് കയറുകയാണ്. അകത്ത് കയറിയ ശേഷം വിലാസിനി പറയുകയാണ്, ഹോ ഭാഗ്യം, ആരെങ്കിലും കണ്ടിരുന്നെങ്കിൽ ഇപ്പോൾ ചോദ്യങ്ങളുടെ പെരുമഴ ആയേനെ. അസമയത്ത് എവിടെ പോയി, എന്തിനു പോയി, ആരോട് ചോദിച്ചിട്ട് പോയി? അഖിലയുടെ തുല്യ പദവി എനിക്കിവിടെ ഉണ്ട്, പക്ഷെ എനിക്ക് എന്നിട്ടോ ഇവിടെ ഒരു വിലയും ഇല്ല. അതിനുശേഷം വിലാസിനി പെട്ടെന്ന് മുകളിലേക്ക് കയറി പോവുകയാണ്. അപ്പോഴേക്കും അവിടേക്ക് ഓട്ടോയിൽ പെട്ടിയുമൊക്കെയുമായി ജയന്തി എത്തുകയാണ്. ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം ജയന്തി ചോദിക്കുകയാണ്, എത്ര രൂപയായി? 70 രൂപ. 70ഓ? അതിന് ഞാൻ ഫ്ലൈറ്റിലൊന്നും അല്ലല്ലോ വന്നത്, ഈ തുരുമ്പ് പിടിച്ച ഓട്ടോയിലല്ലേ. അതിന് 70 രൂപയോ? അപ്പോൾ ഓട്ടോക്കാരൻ പറയുകയാണ്, ഞാൻ 7000ഓ 700ഓ അല്ലല്ലോ ചോദിച്ചത്, 70 രൂപയല്ലേ. മാഡം വന്ന് വണ്ടിയിൽ കയറിയപ്പോഴേ ഞാൻ കരുതിയതാണ് ഇത് ഇടങ്ങേറാണെന്ന്. അപ്പോൾ ജയന്തി പറയുകയാണ്, ഇങ്ങനെ ആൾക്കാരെ പിഴിയാൻ നിന്നാലേ എങ്ങനെ ഇടങ്ങേറാകാതെ ഇരിക്കും? ഓടിയ കിലോമീറ്ററിന്റെ ചാർജ് ഞാൻ ചോദിച്ചുള്ളൂ, അതെനിക്ക് കിട്ടണം, തന്നെ എന്ന് പറയുകയാണ് ഓട്ടോ ഡ്രൈവർ. 100 രൂപ കൊടുത്ത ശേഷം ജയന്തി പറയുകയാണ്, 60 എടുത്തിട്ട് ബാക്കി താ. ഓട്ടോ ഡ്രൈവർ ബാക്കി കൊടുത്തിട്ട് പറയുകയാണ്, ദാ 70ന്റെ ബാക്കി 30 ഉണ്ട്. മാഡം, ഇതെന്റെ ജീവിതമാർഗമാണ്, അതിൽ കള്ളം കാണിച്ചാൽ കഴിക്കുന്ന ആഹാരം ദഹിക്കാതെ പോകും. ഓട്ടോ പോയ ശേഷം ജയന്തി പറയുകയാണ്, ഈ പോകുന്ന പോക്കിന് അവനും അവന്റെ ഓട്ടോയും കൊക്കയിലേക്ക് മറിയണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മുറ്റത്ത് നിന്ന് അകത്തേക്ക് നോക്കിയ ശേഷം ജയന്തി പറയുകയാണ്, അയ്യോ, അഖിലാന്റി ചത്തിട്ട് ഒന്ന് വരാൻ പോലും പറ്റിയില്ല. എല്ലാവരും എന്ത് കരുതുമോ ആവോ. അതിനുശേഷം അകത്തേക്ക് കയറുകയാണ് ജയന്തി. അകത്ത് കയറിയ ശേഷം ജയന്തി പറയുകയാണ്, ആദ്യം കിച്ചണിൽ കയറി എന്തെങ്കിലും ഓർഡർ ചെയ്തിട്ട് അകത്തേക്ക് പോകാം, ഇല്ലെങ്കിൽ കിച്ചൺ പൂട്ടിപ്പോയാലോ, ഒരു മുൻകരുതൽ. ചുറ്റുമൊക്കെ നോക്കിയിട്ട് ജയന്തി വീണ്ടും പറയുകയാണ്, ഇവിടെ ആരുമില്ലേ, എല്ലാവരും ക്വാറന്റൈനിൽ പോയോ? പെട്ടി അവിടെ വെച്ചിട്ട് അടുക്കളയിലേക്ക് പോവുകയാണ് ജയന്തി. ഇവിടെ ആരുമില്ലെന്ന് ചോദിക്കുമ്പോൾ സുജാതയെ കാണുകയാണ്. ആ, ഇതിനകത്തുണ്ടായിരുന്നോ? ജയന്തി ചോദിക്കുകയാണ്, അഖിലാന്റി മരിച്ച ശേഷം ഇവിടെ ആളും അനക്കവും ഒന്നും ഇല്ലല്ലോ.
ജയന്തി ഒന്ന് നോക്കുകയാണ് സുജാത. പിന്നീട് ജയന്തി പറയുകയാണ്, ആ അത് പോട്ടെ, വലിയ വിശപ്പൊന്നും ഇല്ല, എന്നാലും ലൈറ്റായിട്ട് കഴിക്കാൻ എനിക്ക് എന്തെങ്കിലും വേണം. നീ ഒരു കാര്യം ചെയ്, ചൂടോടെ ഒരു 10-12 ചപ്പാത്തിയും ഒരു ചിക്കൻ ഫ്രൈയും ഉണ്ടാക്കി വയ്ക്ക്. ദേ വേഗം വേണം, ഞാനൊന്ന് ആന്റിയെ കണ്ടിട്ട് വേഗം വരാം. ശരി മാഡം എന്ന് പറയുകയാണ് സുജാത. പിന്നെ വിലാസിനി ആന്റി ഇവിടെ ഉണ്ടല്ലോ അല്ലേ? ഉണ്ട് മാഡം. അഖിലാന്റി മരിച്ചപ്പോൾ എനിക്ക് വരാൻ പറ്റിയില്ല. വിലാസിനി ആന്റിക്ക് അതിന്റെ പരിഭവം ഉണ്ടാകും. ആദ്യം അതൊന്ന് മാറ്റിയിട്ട് വരാം. പിന്നെ ചിക്കൻ ഫ്രൈ നല്ല മൊരുമൊരാന്നിരിക്കണം, അല്ലെങ്കിൽ കടിച്ചു വള്ളിക്കുമ്പോൾ കൊഴുകൊഴാന്നിരിക്കും. പിന്നീട് ബാക്കി കയ്യിലിരുന്ന പൈസ എടുത്ത് സുജാതയ്ക്ക് കൊടുത്തിട്ട് പറയുകയാണ്, ഇത് വെച്ചോ, തിരിച്ചു വരുമ്പോൾ എനിക്ക് ബിസ്ക്കറ്റ് വാങ്ങി വച്ചിരിക്കണം. അതിനുശേഷം പെട്ടിയും എടുത്ത് മുകളിലേക്ക് പോവുകയാണ് ജയന്തി. റൂമിലെത്തിയ ശേഷം ആന്റി ആന്റി എന്ന് വിളിക്കുകയാണ്. പക്ഷെ അവിടെ ആരെയും കാണുന്നില്ല. ഇവിടെ ആരുമില്ലേ? ആന്റി കുളിക്കുകയാണോ? ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട് ആന്റി. ഓ എന്തൊരു ക്ഷീണം, ഓട്ടോയിലൊക്കെ ഇരുന്ന് വന്നതുകൊണ്ടാകാം. ശരീരമൊക്കെ ഒരു പിടുത്തം. പിന്നീട് ജയന്തി പറയുകയാണ്, ആന്റി ഒന്ന് വേഗം വാ. പെട്ടെന്ന് ജയന്തി അവിടെ ഇരിക്കുന്ന പഴം ശ്രദ്ധിക്കുകയാണ്. അത് വിലാസിനി മന്ത്രവാദിയുടെ അടുക്കൽ നിന്നും കൊണ്ടുവന്നതാണ്. ജയന്തി ആലോചിക്കുകയാണ്, ഇതെന്താ ഇവിടെ വച്ചിരിക്കുന്നത്? പഴമെങ്കിൽ പഴം, എന്തെങ്കിലും കഴിച്ചില്ലെങ്കിൽ ഗ്യാസ് കയറും. ഗ്യാസ് കയറിയാൽ സുജാത ഉണ്ടാക്കുന്ന ചിക്കൻ ഫ്രൈ വേസ്റ്റ് ആകും. ഇലയിൽ പഴത്തിനോടൊപ്പം ഇരുന്ന പൂ എടുത്ത് നോക്കിയിട്ട് ജയന്തി പറയുകയാണ്, ഇത് അമ്പലത്തിലെ പ്രസാദമാണല്ലോ. ആന്റിയും കല്യാണിയെ പോലെ അമ്പലപ്രാവായി തുടങ്ങിയോ? പ്രസാദമെങ്കിൽ പ്രസാദം എന്നും പറഞ്ഞ് ആ പഴം തൊലിച്ച് കഴിക്കുകയാണ് ജയന്തി. ആ 2 പഴങ്ങളും ജയന്തി കഴിക്കുകയാണ്. അതിനുശേഷം ഇലയിലിരുന്ന ചരടെടുത്തിട്ട് ജയന്തി ചോദിക്കുകയാണ്, ഇതെന്താ ചരട്? ഓഹോ, ഇത് അഖിലാന്റിയുടെ പ്രേതത്തെ കണ്ട് പേടിക്കാതിരിക്കാൻ വിലാസിനി ആന്റി ജപിച്ചുകൊണ്ട് വച്ചിരിക്കുന്നതായിരിക്കും. ചില്ലറ കെടുതികളല്ലല്ലോ അഖിലാന്റി ജീവിച്ചിരുന്നപ്പോൾ വിലാസിനി ആന്റി ചെയ്തു കൂട്ടിയത്. ഇതേതായാലും എന്റെ കയ്യിൽ കെട്ടിയേക്കാം എന്നും പറഞ്ഞ് സ്വന്തം കയ്യിൽ കെട്ടുകയാണ് ആ ചരട് ജയന്തി. ഇനി ഏതായാലും പ്രേതത്തെയും ഭൂതത്തെയും ഒന്നും പേടിക്കണ്ടല്ലോ. പിന്നീട് ആ പേപ്പർ ശ്രദ്ധിക്കുകയാണ് ജയന്തി. ഇതെന്താ ഒരു പേപ്പർ? നിവർത്ത് നോക്കിയതിനു ശേഷം ജയന്തി പറയുകയാണ്, ഇതെന്താ മന്ത്രമോ? ഓഹോ, അപ്പോൾ ആന്റിക്ക് ഇപ്പോൾ ഇതൊക്കെയാണ് പരിപാടി അല്ലേ? അതിനുശേഷം പേപ്പർ നോക്കി ആ മന്ത്രങ്ങളൊക്കെ വായിക്കുകയാണ് ജയന്തി. എന്നോടാ കളി, തെറ്റുകൂടാതെ ഞാനിതൊക്കെ മൊത്തം വായിച്ചിരിക്കും. ഞാനൊന്ന് പ്രാക്ടീസ് ചെയ്യട്ടെ എന്നും പറഞ്ഞ് വീണ്ടും വീണ്ടും വായിക്കുകയാണ് ജയന്തി. അത് വായിച്ച ശേഷം ആ പേപ്പർ ചുരുട്ടിക്കൂട്ടി അവിടെ തന്നെ വെക്കുകയാണ് ജയന്തി. അതിനുശേഷം ജയന്തി വിലാസിനിയോട് വിളിച്ചു പറയുകയാണ്, ആന്റി ഇപ്പോൾ എനിക്ക് വിശക്കുന്നേ, നീരാട്ടമൊക്കെ കഴിയുമ്പോഴത്തേക്കും ഞാൻ വരാമേ. എന്റെ ചിക്കൻ ഫ്രൈ എന്തായോ എന്തോന്നും പറഞ്ഞ് അടുക്കളയിലേക്ക് പോവുകയാണ് ജയന്തി. കൈ കഴുകി ഇരുന്ന ശേഷം ജയന്തി പറയുകയാണ്, എന്റെ സുജാതയെ ഒന്ന് വേഗം കൊണ്ടുവാ. അന്നേരം സുജാത ജയന്തിക്ക് ചപ്പാത്തിയും ചിക്കൻ ഫ്രൈയും കൊണ്ടുവയ്ക്കുകയാണ്. ജയന്തിയുടെ തീറ്റ കണ്ട് സുജാത തന്നെ നിന്ന് ചിരിക്കുകയാണ്. ജയന്തി പറയുകയാണ്, എന്താടി നിന്ന് കൊതി നോക്കുന്നത്? എന്റെ വയറ് കേടാക്കാതെ പോയി വെള്ളം എടുത്തു കൊണ്ടുവാ. പിന്നീട് ജയന്തി സുജാതയോട് പറയുകയാണ്, ഇനി നീ പൊയ്ക്കോ. അപ്പോഴേക്കും വിലാസിനി കുളി കഴിഞ്ഞ് ഇറങ്ങുകയാണ്. അന്നേരം വിലാസിനി പഴത്തൊലിയും ബാക്കി ചുരുട്ടിക്കൂട്ടിയ പേപ്പറും ഒക്കെ കാണുകയാണ്. അപ്പോൾ വിലാസിനി പെട്ടെന്ന് പഴത്തൊലി എടുത്ത് നോക്കിയിട്ട് ചരട് ശ്രദ്ധിക്കുന്നു. അയ്യോ, ചരട് കാണുന്നില്ലല്ലോ. പിന്നീട് വിലാസിനി മന്ത്രവാദി പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ്. ജയന്തി ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ജനലിന്റെ അരികിൽ കൂടി അഖില വരികയാണ്. ഇത് കണ്ട് ഞെട്ടി പേടിച്ചു നിൽക്കുകയാണ് ജയന്തി. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.